ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യയിൽ ഭാരതത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഹിന്ദു യുവാവ് ദീപു ചന്ദ്രദാസിനെ കൊലപ്പെടുത്തിയതിനെതിരെ ഡൽഹിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് VHP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. കൊൽക്കത്തയിലും ശക്തമായ പ്രതിഷേധം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, സമാനതകളില്ലാത്ത അതിക്രമം തന്നെയാണ് ഹൈന്ദവ സമൂഹത്തിനെതിരെ ബംഗ്ലാദേശിൽ നടമാടുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭാരതത്തിലുടനീളം അലയടിക്കുകയാണല്ലേ? ഇപ്പോൾ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഹൈന്ദവ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന് രണ്ട് സ്വഭാവമാണ് ഉള്ളത്. ഒന്നത് ഭാരത വിരുദ്ധമായ സ്വഭാവമാണ് കലാപത്തിൽ കാണിക്കുന്നത്. കലാപം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതമൗലികവാദികൾ തുടർച്ചയായി അവിടെ ഭാരതത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വലിയ ആക്രമണങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്ക് ആക്രമണം നടത്തുകയും വിവിധ വിസ സെന്ററുകൾക്ക് നേരെ ബംഗ്ലാദേശിൽ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ കലാപത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ട്, ന്യൂനപക്ഷ വിരുദ്ധമായ കലാപം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയാണ്, ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കുകയാണ്. അങ്ങനെ ഭാരതത്തിനെതിരെയും ഒപ്പം ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയും നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അതിക്രമത്തിലാണ് ഇപ്പോൾ ഭാരതം പോലെ ഒരു മതേതര രാജ്യത്ത് സ്വാഭാവികമായി ഉയരുന്ന പ്രതിഷേധമാണിത്. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലേക്കാണ് ഈ പ്രതിഷേധക്കാരെത്തിയത്. അവിടെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ആ പ്രതിഷേധം തടയുവാൻ ഡൽഹി പോലീസിന്റെ ശ്രമമുണ്ടായി. ഇതേ തുടർന്നാണ് അവിടെ ഇപ്പോൾ നേരിയ തോതിലുള്ള ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. ബാരിക്കേഡുകൾ തള്ളി നീക്കിക്കൊണ്ട് VHPയുടെയും ബജ്രംഗ് ദളിന്റെയും പ്രവർത്തകർ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. അതാണിപ്പോൾ ഉന്തിലേക്കും തള്ളിലേക്കും കലാശിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിന് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിലും വരുന്ന ദിവസം പ്രതിഷേധമാണ്. 24-ാം തീയതി, അതായത് നാളെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രതിഷേധം നടക്കാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഭാരതം പോലെ ഒരു ഹിന്ദു ഭൂരിപക്ഷമായ പ്രദേശം, നമുക്കറിയാം, ലോകത്തിൻ്റെ ഏതു ഭാഗങ്ങളിൽ ഹൈന്ദവ സമൂഹത്തിനെതിരെ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യേണ്ട ഒരേ ഒരു രാഷ്ട്രം ഭാരതം മാത്രമാണ്. മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഹിന്ദു ഭൂരിപക്ഷമായ ദേശമല്ല, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. പക്ഷേ ഭാരതത്തെ പോലെ ഒരു ഹിന്ദു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അയൽ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഹൈന്ദവ സമൂഹം അക്രമത്തിന് ഇരയാക്കപ്പെട്ടാൽ സ്വാഭാവികമായും ഈ രാജ്യത്ത് പ്രതിഷേധം ഉയരും. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് സമാനതകളില്ലാത്ത പ്രതിഷേധം വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും VHPയുടെ യുവജന സംഘടനയായ ബജ്രംഗ് ദളിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഡൽഹി നിന്നുമേ ശ്രീകാന്ത് കൂടി ചേരുകയാണ്. ശ്രീകാന്ത്, സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യതലസ്ഥാനത്ത് വലിയ പ്രതിഷേധം, ഇപ്പോഴും പ്രതിഷേധം ശക്തമാവുകയാണ്, പ്രതിഷേധം കൂടുതൽ കനക്കുകയാണല്ലേ? രാജ്യതലസ്ഥാനത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ്. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് പോലീസ് ബാരിക്കേഡ് തള്ളിമാറ്റി കടന്നു കയറാൻ ഈ പ്രതിഷേധക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അത് സംഘർഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ പേര് അടിവരയിട്ട് നമ്മൾ പറയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള കൊടും ഭീകരർ, അത് നമ്മുടെ നാട്ടിലും ഈ ജമാഅത്തെ ഇസ്ലാമി സംഘടനകൾ ഉണ്ട്. നിലവിൽ അധികാരത്തിലില്ലാത്തതിനാൽ, നിലവിൽ അധികാരത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോലും ഇല്ലാത്തതിനാൽ മാത്രം ശാന്തരായി നിൽക്കുന്ന വിഭാഗം ാണ് ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ അവർ ഈ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിനു ശേഷം ഈ ജമാഅത്തെ ഇസ്ലാമി ജിഹാദികൾ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്ക് ബംഗ്ലാദേശിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ സ്ത്രീകള്, ന്യൂനപക്ഷ വിഭാഗത്തിൽ സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് ബലാത്സംഗം ചെയ്യുക എന്ന പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അത് ബുദ്ധമത വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, സ്ത്രീകളെയും പെൺകുട്ടികളെയും കൊച്ചു കുട്ടികളെ വരെ ബലാത്സംഗം ചെയ്യുന്നു. പുരുഷന്മാരെ, എതിർക്കുന്ന പുരുഷന്മാരെ ആക്രമിക്കുന്നു, ഇവരുടെ വീടുകൾ കത്തിക്കുന്നു. മതനിന്ദ ആരോപിക്കുക ഏറ്റവും എളുപ്പമുള്ള പണി അതാണ്. മതനിന്ദ ആരോപിച്ച് കൂട്ടം ചേർന്ന് മർദ്ദിക്കുക, കൊലപ്പെടുത്തുക, പരസ്യമായി ശിക്ഷ വിധിക്കുക, കത്തിച്ചു കളയുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. ഒന്ന് ആലോചിക്കേണ്ടത്, ഇവർ പഠിച്ച മതഗ്രന്ഥം
ഇവർ പഠിച്ച മതം ഇത് അനുശാസിക്കുന്നതാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അവിടെ ശരീഅത്ത് നിയമം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം ഇത്തരത്തിൽ കലാപം നടത്തുന്നത്. മറ്റൊരു വിഭാഗം അവിടെ ഒരു യുവജന നേതാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു കാര്യം പറഞ്ഞാണ് അവിടെ കലാപം അഴിച്ചുവിടുന്നത്. അതായത് യൂനിസ് സർക്കാരിന് കീഴിൽ ബംഗ്ലാദേശിൽ അവിടുത്തെ നിയമവ്യവസ്ഥ കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അവിടുത്തെ പാക് ചാരസംഘടനയും പാക് സൈനിക വിഭാഗങ്ങൾക്കൊക്കെ തന്നെ അവിടെ സ്വാധീനം ഉറപ്പിക്കുകയാണ്. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസരം. ഒരു കാര്യം സുരേഷ്, കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനൽ അവിടുത്തെ ഈ ഉസ്മാൻ ഹാദി എന്ന ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുഴുവൻ വിഭജിച്ച് ബംഗ്ലാദേശിനൊപ്പം ചേർക്കണമെന്ന അതിഗുരുതരമായ പ്രസ്താവന നടത്തിയ, അതോടൊപ്പം തന്നെ അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങളെ കൊലപ്പെടുത്തണം എന്ന് പ്രസംഗിച്ചയാളാണ് ഈ ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന കൊടും ഭീകരൻ. ഈ കൊടും ഭീകരനെ അവിടെയുള്ള ആളുകൾ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഇയാളെ മഹത്വവൽക്കരിച്ചുകൊണ്ട്, ഇയാൾ വിടവാങ്ങി, ഇയാൾ ഒരു വീര പുരുഷനായി ചിത്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മീഡിയ വൺ ചാനൽ ആ വാർത്ത സംപ്രേഷണം ചെയ്തത്. അയാളുടെ ചിത്രമടക്കം വിടവാങ്ങി എന്ന പേരിൽ വലിയ ആൾക്കൂട്ടം പങ്കെടുത്ത, ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയ്യത്ത് നമസ്കാരം എന്നൊക്കെ പേരിൽ ഈ കൊടും ഭീകരനെ, ഈ ഇന്ത്യ വിരുദ്ധനെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് മീഡിയ വൺ ആ വാർത്ത സംപ്രേഷണം ചെയ്തത്. അതായത് ഈ രാജ്യത്തും ഈ ബംഗ്ലാദേശിൽ ഇത്രയധികം ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ, ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അവിടുത്തെ ഹിന്ദു പെൺകുട്ടികൾ കൂട്ട ബലാത്സംഗത്തിനിരയാകുമ്പോൾ, ഹിന്ദു സ്ത്രീകൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ, അവരുടെ പുരുഷന്മാർ പല്ലുകൊണ്ട് മൃതപ്രായരായി പകുതി ജീവനോടെ ഹത്യയ്ക്ക് കത്തിക്കപ്പെടുമ്പോൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം, അതും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മാധ്യമമാണെന്ന് ഓർക്കണം, അതിനെ മഹത്വവൽക്കരിക്കുന്ന കാഴ്ചയും ഈ രാജ്യത്ത് നമുക്ക് കാണേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുരവസ്ഥയിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. ഹിന്ദുക്കൾക്ക് രക്ഷയില്ലാത്ത നാടായി മാറുകയാണ് ബംഗ്ലാദേശ്. ഹിന്ദു കൂട്ടക്കൊല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാജ്യത്താകമാനം, ഇന്ത്യയിലാകമാനം പ്രതിഷേധം അലയടിക്കുകയാണ്. കൊൽക്കത്തയിലെമ്പാടും ഈ ബംഗ്ലാദേശി ക്രൂരതയ്ക്കെതിരെ, ബംഗ്ലാദേശിലെ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് നിന്ന് ഗസയിൽ നോക്കി, ഗസയിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഗസയിലേക്ക് കണ്ണുമിഴിച്ചിരുന്ന കേരളത്തിലെ പല നടന്മാരും, പല നടിമാരും, സാംസ്കാരിക നായകരും ഒക്കെ തന്നെ ഇപ്പോൾ നിശബ്ദരാണ്. ഒരൊറ്റ വാക്ക് ഈ നിമിഷം വരെ ആരെങ്കിലും പറഞ്ഞതായി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഗസയിലെ ഓർത്ത് കണ്ണീർ പൊഴിച്ച ഒരു കാഴ്ച, ഒരു പരിപാടി നമ്മൾ കണ്ടതാണ്. അത് അവർ ഒരു സിനിമാ താരമാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ താരമൊക്കെ, ആ സ്ത്രീയൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും കാണാൻ സാധിക്കാത്ത സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്. നിലവിൽ അതിശക്തമായ പ്രതിഷേധം രാജ്യ തലസ്ഥാനം തലയടിക്കുന്നു. ബംഗ്ലാദേശുമായുള്ള ബന്ധം വഷളാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഹിന്ദു കൂട്ടക്കൊലയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. പെൺകുട്ടികൾ പരസ്യമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ഹിന്ദു പെൺകുട്ടികൾ ഈ മുസ്ലിം ആക്രമണകാരികളാൽ എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന കാര്യം. കേരളത്തിൽ നിന്ന് പോലും അവർക്ക് പിന്തുണ കിട്ടുന്നു. ഈ മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ പരസ്യ പിന്തുണയാണ് അവിടുത്തെ കൊടും ഭീകരർക്ക് നൽകുന്നത് എന്നുള്ളതും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്.